ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 3-4 ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെ നമ്മളുടെ ഭക്തി നിലനിർത്തി മുന്നോട്ട് പോകാം എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ നീതി, വിശുദ്ധി, വിശ്വസ്തത എന്നീ 3 തൂണുകൾ എന്നറിയപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും പ്രാവർത്തികമാക്കാമെന്നുള്ളത് ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മളത് സമൂഹത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള വിഷയമാണ് പഠിച്ച് കൊണ്ടിരുന്നത്. അതിൻ്റെ ചില മേഖലകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്കത് ഒന്നുകൂടെ കടന്ന് പോയിട്ട് നിയമം എന്ന വിഷയത്തിലേക്ക് കടക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. 2 തിമോത്തിയോസ് 3:5. ദൈവപ്രിയമില്ലാതെ ലോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായി അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നമ്മൾ കൂട്ടുകെട്ട് എന്ന വിഷയവും അതുപോലെ പ്രേമം എന്ന വിഷയമൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ വാസ്തവത്തിൽ അവരെ വിട്ടൊഴിയണമെന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്നതായ ചിത്രം. ദൈവപ്രിയമില്ലാതെ നമുക്കറിയാം, ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ മോഹങ്ങളും അതിൻ്റെ പിറകിലുള്ള നടപ്പുകളുമൊക്കെ ദൈവികമല്ല. നമുക്കറിയാം, ആത്മാവിൻ്റെ ചിന്ത ജീവനാണ്, സമാധാനമാണ്. എന്നാൽ ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. നമുക്ക് ഒരു ഭക്തനെയും അഭക്തനെയും തിരിച്ചറിയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവപ്രിയമില്ലാതെ ദൈവത്തോട് യാതൊരു താല്പര്യവുമില്ല, ദൈവിക വിഷയങ്ങളിലും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ മറ്റ് പല കാര്യങ്ങൾക്കും താല്പര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ആയിരിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്, കോളേജുകളിലും അതുപോലെ അവർ ജോലി സ്ഥാനത്തും എവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടെ വേണമെന്ന് ഞാൻ പറയാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ന്യായമായിട്ടും സുഹൃത്തുക്കളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ അവർ വിശ്വാസികളാണ് എന്ന് നാമമുള്ളവരാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും പ്രാർത്ഥനയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർ മുഖാന്തരം നമ്മുടെ ജീവിതം ഒരുപക്ഷെ മെച്ചമാകാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമ്മളുടെ ഇടപാടുകൾക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ ചിന്തിക്കുകയും അതിൻ്റെ പുറകിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത് ഇല്ലാതിരിക്കുന്നതാണ് അങ്ങനെ ഒരു സുഹൃത്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം നമുക്ക് പലപ്പോഴും അതൊരു വേദനയായിട്ട് തീരുവാനേ സാധിക്കുകയുള്ളൂ. കാരണം അവൻ്റെ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ചിലരെ നാം വിട്ടൊഴിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവർ വിശ്വാസി എന്ന നാമമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ അവിശ്വാസികളാണെങ്കിലും അവരുടെ ആ സ്വഭാവത്തെ നമ്മൾ അനലൈസ് ചെയ്ത് ദൈവത്തോടുള്ളവരുടെ സമീപനം എന്താണ്, ഇവരുടെ ചിന്താഗതികൾ എന്താണെന്ന് നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ അവരെ വിട്ടൊഴിയണമെങ്കിൽ വിട്ടൊഴിയുക തന്നെ വേണം. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മികൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. മനസ്സിലായല്ലോ? ദൈവാത്മാവിൻ്റെ സഹായത്തിൽ നമുക്ക് ഏത് മനുഷ്യനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇവൻ്റെ ചിന്താഗതി എന്താണ്, ഇവൻ എവിടേക്കാണ് പോകുന്നത്, ദൈവാത്മാവിൻ്റെ സഹായത്താൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്നാൽ ലോകത്തിന് നമ്മെ അസസ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മിൽ വസിക്കുന്നതും നമ്മുടെ ടേസ്റ്റും അവർക്ക് അന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൂട്ടുകെട്ട് അതുപോലുള്ളതായിരിക്കുന്ന ഈ സാമൂഹ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ചില ബിസിനസ്സുകളിലൊക്കെ കടന്നു പോകുന്ന സഹോദരന്മാർ, വിശ്വാസികൾ പലപ്പോഴും ബിസിനസ് ടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം തങ്ങൾക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ട ഗതികേടിൽ അവർ ചെന്ന് പെടാറുണ്ട്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇക്വേഷനേ ഉള്ളവർക്ക്. അതെന്താണ്? ബിസിനസ് ഈക്വൽസ് മണി. അതാണ് അവരുടെ ഇക്വേഷൻ. ആ മണി ന്യായമായിരിക്കണമെന്നോ അത് ദൈവത്തിന് പ്രസാദമായിരിക്കണമെന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമേ അല്ല.
ഏത് വിധേനയും ബിസിനസ് വിജയകരമാക്കണം. ഏത് വിധേനയും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കൈക്കൂലി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ആൾക്കാരെ സ്വാധീനിക്കുന്നതിന് കുഴപ്പമില്ല, എന്ത് ദോഷം ചെയ്യുന്നതിനും ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു ദൈവ പൈതലിന് ഒരിക്കലും അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ല, പാടില്ല. അതെന്താ? അന്യായം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാനോ അനീതിയുടേതായ എന്തെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാനോ നമ്മൾ അനുവദിക്കരുത്. കാരണം അത് നമുക്ക് ഒരിക്കലും അനുഗ്രഹമല്ല, മറിച്ച് അതൊരു ശാപമായി തീരുകയുള്ളൂ. ഇതറിയുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും ലോകത്തിൻ്റെ മാതൃക അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ കൂട്ടുകെട്ടുകൾ എന്ത് തലത്തിൽ തിരഞ്ഞെടുക്കുമ്പോഴും വളരെ പ്രാർത്ഥനയോടുകൂടിയും അഭിരുചികളെ മനസ്സിലാക്കിയും കാര്യങ്ങൾ മുൻപേ തന്നെ പറഞ്ഞും കൊണ്ട് വേണം ആരംഭിക്കുവാൻ. ഇനി അഥവാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായി പറഞ്ഞിരിക്കണം, സ്നേഹിത, നിയമങ്ങൾക്ക് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യുകയില്ല, പോയിന്റ് ബ്ലാങ്ക്. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ സംരംഭം മുന്നോട്ട് ഒരു ചുവട് വെക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൃത്യമാക്കാതെ നമ്മൾ ഒരു പരിപാടിക്കും പോകരുത്. ഇതൊക്കെ പറഞ്ഞാൽ പോലും മിക്കവാറും ബുദ്ധിമുട്ടായി തീരും, അത് പിന്നീട് ഒരു വശമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, ഈ കാര്യങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 6:14. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദ്ധരിച്ചൊരു വാക്യമാണ്. ഇണയല്ല പിണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൺഈക്വൽ യോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ 2 കാളകളെ ബന്ധിച്ചാൽ അത് ഒരേ ഉയരവും ഒരുപോലെ ആരോഗ്യവുമുള്ളവയല്ലെങ്കിൽ ആ വണ്ടി ശരിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഒരു കാളയ്ക്ക് ഉയരം കൂടുതലാണെങ്കിൽ ഉയരം കുറഞ്ഞ കാളയുടെ മേലായിരിക്കും എല്ലാ ജോലിയും വരിക എന്ന് പറഞ്ഞാൽ അവനായിരിക്കും എല്ലാ ലോഡും എടുക്കുന്നത്. ഇനി ഒരു കാള ആരോഗ്യം കൂടെയുള്ളവനാണെങ്കിൽ മറ്റവനെ വലിച്ചുകൊണ്ട് പോകേണ്ടി വരും ഈ ആരോഗ്യമുള്ള കാള. നിങ്ങൾക്കറിയാം, അതാണ് ഈ അൺഈക്വൽ യോക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അവിശ്വാസികളെയും വിശ്വാസികളെയും ചേർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്, അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇതിന്ന് വളരെ ക്ലിയർ ആണ്, ഇവ കാര്യങ്ങളിൽ യാതൊരു കൂട്ടായ്മയും ഇല്ല. വെളിച്ചവും ഇരുളും തമ്മിലും നീതിയും അധർമ്മവും തമ്മിൽ എങ്ങനെ വൈരുദ്ധ്യമുള്ളവരായിരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ മക്കളിൽ നിന്ന് വിഭിന്നരാണ് എന്നുള്ളത് നമ്മളുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനർത്ഥം നമ്മളവരോട് സ്നേഹക്കുറവ് കാണിക്കണമെന്നല്ല കേട്ടോ. നമ്മളുടെ സ്നേഹം അവരറിയണം, നമ്മുടെ സൗമ്യത അവരറിയണം, നമ്മൾ അവർക്ക് വേണ്ടി കെയർ ചെയ്യുന്നു എന്ന് അവരറിയണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ സത്യമാണ്. നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണം. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്നേഹം ഒഴികെ മറ്റൊന്നും കടംപെട്ട് ഇരിക്കരുത്. ഇപ്പം സ്നേഹം നമ്മൾ നൽകണം, നമ്മൾ അവരെ ബഹുമാനിക്കണം. പക്ഷേ ഇണയല്ല പിണയിൽ ചെന്ന് വീഴരുത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു അവിശ്വാസി ഒരു വിശ്വാസിയുമായി വിവാഹബന്ധത്തിൽ കടക്കരുത് എന്നും നമ്മൾ പറയുന്നത്. കാരണം അത് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. 2 ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഉള്ളിൽ ഇരിക്കുന്നത് ഒരുത്തൻ വെളിച്ചത്തിനുള്ളതും ഒരുത്തൻ ഇരുളിനുള്ളതുമാണെങ്കിൽ എങ്ങനെ ഒരുമിച്ച് പോകും? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടൊഴിയേണ്ടത് ആവശ്യമാണ്. 1 പത്രോസ് 4:3 ലഹരി, പേക്കൂത്ത്, പുകവലി, മദ്യപാനം മുതലായ മേഖലകളെ കുറിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഒരു വാക്യമാണത്. മതി. ആ വാക്ക് ശ്രദ്ധിക്കുക. കാലം പോക്കിയത് മതി. ഇനി അതിലേക്ക് പോകരുത്. മുൻപ് നാം എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നുവോ അത് അവിടം കൊണ്ട് അവസാനിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾക്കൊരു ന്യൂ സ്റ്റാർട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം തന്നത്. അന്ന് മുതൽ നമ്മൾ അവൻ്റെ രൂപം അണിയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പഴയ രൂപം ഇനിയും നമ്മളിൽ കാണരുത്. സോഷ്യലായിട്ട് ഇക്കാര്യം വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾക്കുള്ള സ്നേഹിതന്മാർ നമ്മളുടെ വിശ്വാസത്തിന് യോഗ്യമല്ലാത്ത പലതിലും നമ്മളോട് ഇടപെടുവാൻ ഒരുപക്ഷെ റിക്വസ്റ്റ് ചെയ്തെന്ന് വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ ഒരു അനുഭവം, അവിടെ ഒരു മാമോദീസ് നടക്കുകയാണ്. ആ സ്നേഹിതൻ വന്ന് എന്നെ വളരെ സ്നേഹത്തോടെയൊക്കെ വിളിച്ചു. ഞാൻ പോയില്ല. അതെന്താ പോകാൻ പറ്റാന്ന് വെച്ചാൽ ഇത് വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഈ
ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്നത്. അതൊക്കെ വിട്ടിട്ട് വേണം കർത്താവിനെ സേവിക്കാൻ വന്നത്. പിന്നെയും അതിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വിശ്വാസത്തിന് യോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല, പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതായ കാമാർത്ഥികൾ എന്ന് പറയുമ്പോൾ അശുദ്ധമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മ്ലേച്ഛമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ മോഹങ്ങൾ, ആ മോഹങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വാക്കുകളൊക്കെ എടുത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെതായ മോഹങ്ങളെയാണ് ഇവ കാണിക്കുന്നത്. വീഞ്ഞുകുടി, മദ്യപാനം, അതുപോലെ വെറിക്കൂത്തുകൾ, അതുപോലെ ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി, പേയ്ക്കൂത്തുകളിൽ നമ്മൾ ചെന്ന് പെടരുത്. അതിൽ യാതൊരു പങ്കാളിത്തവും നമുക്കില്ല. നമ്മൾ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്കതിൽ പങ്കാളിത്തമില്ല. ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് തന്നെ വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവത്തിന് യോഗ്യമായിരിക്കുന്ന മാനപാത്രം. ആ ഒരു വിശുദ്ധി നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും നാം സൂക്ഷിക്കണം. അത് ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. 2 ദിനവൃത്താന്തം 19:7 ഞാൻ വായിക്കാം. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ എന്ന് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. ഇത് രാജാവ് താന് ശുശ്രൂഷയ്ക്കാക്കി വെച്ച മനുഷ്യർക്ക് കൊടുക്കുന്ന അഡ്വൈസാണ്. അതായത് നിങ്ങൾ ന്യായം പ്രവർത്തിക്കുവാൻ വേണ്ടി ന്യായാധിപന്മാരായിട്ട് നിയുക്തരാണ്. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ളതായ അന്യായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത്, കൈക്കൂലി വാങ്ങരുത്, അനീതി ഉണ്ടാകരുത് എന്നവരോട് പറയുകയാണ്. നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായിട്ട് വച്ചിരിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ആ അളവിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ, സ്വർഗത്തിൻ്റെ മഹത്വത്തിന് തക്ക പ്രവൃത്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയത് സ്ത്രീധനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അതിന് ഒരു മറുവശം കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അതായത് സ്ത്രീയുടെ ഭവനത്തിൽ നിന്ന് പണം ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ദൈവവചനത്തിലും അതിനുള്ള രേഖകളുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിന് എതിരാണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായല്ലോ. ഇനി അതിന് മറുവശം കൂടെ ഞാൻ പറയാം. അതായത് നമ്മളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതൊക്കെ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഉണ്ടായിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിപ്പിച്ചങ്ങ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് മുഴുവനും പിന്നെ ആർക്കുള്ളതാ? ആൺകുട്ടികൾക്കുള്ളതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? ആൺകുട്ടികളാണ് മക്കൾ, പെൺകുട്ടികൾ മക്കളല്ല. ഞാനൊരു കാര്യം പറയാം, അതും അന്യായമാണ്. അതെന്താ? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട നിന്റെ കുഞ്ഞ്, നീ മരിക്കുന്നത് വരെ നിന്റെ കുഞ്ഞ് തന്നെ ആണ്. അക്കാര്യത്തിൽ ഒരു പക്ഷപാതവും അവിടെ ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, അതിനെ പറയുന്നത് സക്സഷൻ ആക്ട് എന്നാണ്. ഇതൊക്കെ ഞാൻ എന്തിനാ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും ആരും വായിക്കാറില്ല. ഇതറിയാത്തത് കൊണ്ട് പാപം ചെയ്യുന്നത് അനേകരുണ്ട്. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നത്. ഈ സക്സഷൻ ആക്ട് മുഖ്യമായിട്ടും ക്രിസ്ത്യാനികൾക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം കേട്ടോ. മുഖ്യമായിട്ട് എല്ലാ മതങ്ങളും, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ബുദ്ധമതം, പാർസി മതം, ജൈനമതം, എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ത്യയിൽ 1925 ഉണ്ടാക്കിയ രേഖയാണ്. ഈ രേഖയനുസരിച്ചിട്ട് മക്കൾക്ക് തുല്യ അവകാശമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 3 മക്കളും ഭാര്യയുമാണ്. എൻ്റെ ഭാര്യയും എനിക്ക് 2 ആൺമക്കളും 1 പെൺകുട്ടിയാണ്. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കും തുല്യ അവകാശമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇതാണ് ഇന്ത്യയുടെ നിയമം. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, എക്സെപ്ഷൻ പറഞ്ഞുതരാം. ഇനി ഒരുത്തൻ എഴുതി വെക്കുകയാണ് അവൻ്റെ വിൽ പത്രത്തിൽ, ഞാൻ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ നായിക്കാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വില്ല് എഴുതി വെച്ചാൽ, അപ്പം ഞാൻ ചിരിക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ചൊരു ടീം അമേരിക്കയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. മക്കളോടുള്ള ദേഷ്യ നിമിത്തം ഉള്ള സ്വത്ത് മുഴുവൻ നായിക്ക് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം പോയി കളഞ്ഞു. ഒരു മോളുണ്ട്, അവൾക്ക് കൊടുത്തില്ല. കാര്യം അവൾ ഇയാളോട് ഒട്ടും ബഹുമാനം ഇല്ലാത്തവളായിരുന്നു. അതതിൻ്റെ റീസൺ. ഒരു റിവെഞ്ച് പോലെ ചെയ്തതാണ് അദ്ദേഹം. പക്ഷേ ഇനി അങ്ങനെ ഒരു വിൽ എഴുതി വെച്ചാൽ വിൽ പത്രം കൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓവർറൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് ക്രിസ്ത്യാനികൾക്കൊരു ആനുകൂല്യമുണ്ട്. അത് പക്ഷെ ഭക്തന്മാർക്കുള്ളതല്ല കേട്ടോ.
അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബൈബിൾ പഠിപ്പിക്കുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം നിന്റെ അവകാശം നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും ഉള്ളത് തന്നെയാണ്. സദൃശവാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേച്ച് പോകുന്നു. അതാണ് ഗുണവാൻ എന്ന് വെച്ചാൽ നല്ല മനുഷ്യന്മാരങ്ങനെയാണെന്നാണ്. മക്കളുടെ മക്കൾക്കൊന്നും അവകാശം വെച്ചിട്ട് പോയില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം ജീവനോടെ ഇരിക്കുന്ന മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ അവകാശം വെച്ചിട്ട് പോകാനുള്ളൊരു സന്മനസ് നമുക്കുണ്ടായിരിക്കണം. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയോ പക്ഷപാതമോ കാണിക്കരുത്. മക്കൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യഹോവ തരുന്ന ദാനമാണ്. ഉദരഫലം യഹോവ നൽകുന്ന പ്രതിഫലമാണ്. അത് മക്കളിലാണോ പെണ്ണോ വ്യത്യാസമൊന്നും ദൈവം വെച്ചിട്ടില്ല. എല്ലാ ആത്മാക്കളും തുല്യ വിലയുള്ളതും ദൈവസന്നിധിയിൽ കർത്താവിനെ സേവിക്കാനുള്ളവരുമാണ്. അതുകൊണ്ട് പക്ഷപാതം ഇക്കാര്യത്തിലും ചെയ്തുകൂടാ. അത് അനീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ പഠിക്കുന്ന വിഷയം നീതി എന്നുള്ള വിഷയമാണ്. വാട്ട് ഈസ് റൈറ്റ് വി ഹാവ് ടു ഡു. കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നുണ്ട്, ഈ ദൈവവചനവും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ആ വിഷയം അവിടെ നിർത്തുകയാണ്. ഇങ്ങനെയുള്ളതായ സാമൂഹ്യ തിന്മകളിൽ നിന്ന് ദൈവമക്കൾ അകന്നിരിക്കണം. കാരണം സാമൂഹ്യ തിന്മകൾ കാലങ്ങളായി ഈ ദേശത്ത് പേറിക്കൊണ്ടിരിക്കുന്ന മാറാപ്പുകളാണ്. ഇതുകൊണ്ടൊക്കെ കൂടെയാണ് നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്. പണത്തിൻ്റെ പിറകിലും ആഭരണത്തിൻ്റെ പിറകിലും അങ്ങനെയുള്ള സകലത്തിൻ്റെ പിറകിൽ നടക്കുന്ന ഒരു ജനറേഷൻ്റെ മധ്യേ വെളിച്ചത്തിൻ്റെ മക്കളായി നീതിയുള്ളവരായി വെളിപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ നന്നായി നിവർത്തിക്കുവാനായിട്ട് നമ്മൾ അലാവോളം ശ്രമിക്കേണ്ടതുമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ നിർത്തുകയാണ്. അടുത്തതായിട്ട് നീതി, വിശ്വസ്തത, വിശുദ്ധി എന്നീ കാര്യങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും കൂടി നമുക്കൊന്ന് വായിക്കാം. റോമർ 13:3 നമ്മൾ ഇതിനു മുമ്പ് വായിച്ച വാക്യമാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. റോമർ 13:3. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരത്തിന് ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ഞാൻ ആ ഭാഗം മാത്രമാണ് എടുത്ത് കാണിക്കാൻ. നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നന്മ ചെയ്യുക, ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ദൈവവചനമാണ് ഇത്, കോൺസ്റ്റിറ്റ്യൂഷനൊന്നുമല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ വചനമാണ്. നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ നന്മ ചെയ്യുന്നവർ ആണെന്ന് വെളിപ്പെടണം. നമുക്ക് തിന്മ ചെയ്യുന്ന അനേക അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതൊക്കെ അവിടെ നടന്നോട്ടെ. നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റവും വരരുത്. നമ്മൾ നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ഭോഷത്വത്തെ മിണ്ടാതെ ആക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി ഇരിക്കണം. അതാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഇവിടുത്തെ ആയുസ് ഒരു അല്പ ആയുസാണ്. ഇത് 10, 70, 80 കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് കിടക്കുന്ന ഒരു നിത്യത എന്ന് പറയുന്നതിൻ്റെ അളവ് നമുക്ക് അറിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണാം. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാക്ഷ്യം എന്നുള്ളതാണ്. സാക്ഷ്യം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം, ദൈവഭക്തനായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കണ്ടു. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം, നമ്മളുടെ വിശ്വാസം, പ്രത്യാശ എന്നീ കാര്യങ്ങൾ, വചനാനുസരണം ബലപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത കണ്ടു. അങ്ങനെ നമ്മെ തന്നെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഔദാര്യ മനോഭാവത്തോടു കൂടെ സേവനത്തിനുള്ള വേദി ദൈവം നമുക്ക് നൽകിത്തരും. സേവനം എന്നുള്ളത് പല തലങ്ങളിലുണ്ട്. ആത്മീയ തലത്തിലുണ്ട്, ഭൗതിക തലത്തിലുണ്ട്, ശാരീരികവും മാനസികമായ തലങ്ങളിൽ ദൈവം അത് നമുക്ക് നൽകും. അത് നമ്മൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ, വിശുദ്ധിയോടുകൂടെ ചെയ്യുമ്പോൾ, നീതിയോടുകൂടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു സാക്ഷ്യം ദൈവം ഉണ്ടാക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വേണ്ട പോലെ ദൈവത്തോട് നല്ല മനസാക്ഷി പുലർത്താതെ, പരസ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല സാക്ഷ്യം പുലർത്താതെ സുവിശേഷമായിട്ട് കടന്നു ചെന്നാൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് കണ്ടു. നമ്മളാണ് ഒരു സുവിശേഷം എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതാ ഉപയോഗിച്ചു, നാം തന്നെ ഒരു സുവിശേഷമാണ്. ജീവിത സാക്ഷ്യം എന്ന് പറയുന്ന വിഷയം അതാണ് കാണിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ
നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മളുടെ ജീവിതവും തമ്മിൽ ഒരു ബാലൻസ് വേണം. ഞാൻ സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ പ്രസംഗിക്കുകയും എൻ്റെ ജീവിതത്തിൽ അതില്ലാതിരിക്കുകയും ചെയ്ത ഒരു വിരോധാഭാസമുണ്ട് അവിടെ, അല്ലേ? വിരോധ ആഭാസം, അത് കറക്റ്റാ വാക്ക്. ഒരു വിരോധാഭാസമുണ്ട്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ പ്രദർശനം ഇല്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ജീവിത സാക്ഷ്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ജീവിത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസവും ഉപദേശവും ഒരുവൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളുമായി തുലനം ഉണ്ടാകുന്നതാണ്. തുലനം എന്ന് പറഞ്ഞാൽ ബാലൻസ്. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയാണല്ലോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ചു, അതുപോലെ ഞാൻ പ്രവർത്തിച്ചു, അല്ലേ? വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലൊരു സാമ്യം ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മുടെ പ്രവൃത്തിയും തമ്മിലൊരു സാമ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും താൻ ഒരു കാര്യം ചെയ്യാതെ പറയാറില്ലേ? നമുക്ക് 2 വാക്യം വായിക്കാം. 2 വാക്യം. ലൂക്കോസ് 24:19. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സർവ്വജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതൻ മതി അവിടെ നിർത്തിക്കോ. അവിടെ ആ ശ്രദ്ധിക്കേണ്ട ഒരു പദം, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും. ശ്രദ്ധിക്കുക ആ യൂസേജ്, പ്രവൃത്തിയിലും വാക്കിലും. ഇനി മറ്റൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:1. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും മതി. ചെയ്തും ഉപദേശിച്ചു. നിങ്ങൾ ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോ? കർത്താവ് പ്രവർത്തിച്ചതേ ഉപദേശിക്കാറുള്ളൂ, ചെയ്തതേ ഉപദേശിക്കാറുള്ളൂ. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്ത് തൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നുവോ ആ കാര്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുത്തിരുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവവചനമൊക്കെ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാണ്, ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കുത്തുണ്ടാവാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതൊന്നും സമ്പൂർണ്ണമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് ഈ കുത്ത്. നമ്മുടെ മനസാക്ഷിയിൽ ഒരു ആക്ഷേപം വരുന്നുണ്ട് അവിടെ. കാരണം ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ജീവിതം ക്രമീകരിക്കാനോ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, പക്ഷെ എല്ലാ തലങ്ങളിലും എനിക്ക് വിശുദ്ധി പാലിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. കർത്താവ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത്. അങ്ങനെ ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിൻ്റെ സ്വഭാവം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ജീവിതത്തിൽ കൃത്യമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. സാക്ഷ്യം. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുത്തൻ പോലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് തന്നെ ചോദിക്കുന്നത്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. കർത്താവിനെ വിസ്തരിക്കുന്ന വേളയിൽ പല രീതിയിൽ പരിശ്രമിച്ചിട്ട് അവർക്ക് ഒരു കാരണം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ഉപദേശിച്ചോ അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് ജീവിത സാക്ഷ്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 22:12 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 22:12. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരായി നല്ല സാക്ഷ്യമുള്ളവരായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. അതെ, പൗലോസ് അപ്പോസ്തലനെ രക്ഷയുടെ ഉപദേശം നൽകി, സ്നാനം നൽകി, കർത്താവിനായിട്ട് വേർതിരിക്കുവാൻ കർത്താവ് നിയുക്തനാക്കിയ വ്യക്തിയായിരുന്നു അനന്യാസ്.
ആ അനന്യാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. എന്താണ്? അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും. ആ വാക്ക് ശ്രദ്ധിക്കുക. ഈ സകല യഹൂദന്മാരെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മാത്രമല്ല, അല്ലാത്തവരെയും അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒരുപോലെ ഒരു കാര്യം പറയും. എന്താണ്? അനന്യാസ് നീതിമാനായ ഒരു മനുഷ്യനാണ്. അതാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം. നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷൻ. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു സവിശേഷത. ഒരു ദൈവഭക്തനെ കുറിച്ച് ലോകം നോക്കിയിട്ട് ഒരു ന്യൂനത പറയാൻ ഇടം കൊടുക്കരുത്. നമ്മൾ എന്ത് പ്രസംഗിക്കുന്നുവോ അതേ കാര്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മളാൽ ആവോളം ശ്രമിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഞാൻ അനുസരിക്കുന്ന, ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഉപദേശിക്കേണ്ടത്. എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അതെന്താണ്? എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വിജയിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണത് മറ്റൊരാൾക്ക് വിജയമായി തീരുക? ഒരിക്കലും സംഭവിക്കുകയില്ല. ഇപ്പം ദൈവഭക്തി എന്ന വിഷയം ഞാൻ നിങ്ങളുമായിട്ട് കഴിഞ്ഞ 26ാമത്തെ ആഴ്ചയാണ്, 26 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഇത് സംസാരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് ആദ്യമേ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാനുള്ള പ്രാഗൽഭ്യമില്ല എനിക്ക്. ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ മുൻപാകെ നിന്ന് ഇത് പറയാൻ എനിക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് വിജയിച്ചവനായിരിക്കണം. ഇത് നമ്മളുടെ ഒരു വലിയ ചലഞ്ചാണ്, ഒരു വലിയ വെല്ലുവിളി. അത് നമ്മൾ ഒരുപാട് കേൾക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ ബ്രദറൻ സഭയിലുള്ളവരുടെ ഒരു ഗതികേട് വലിയതാന്ന് പറയും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാൻ പോണത് ഈ ബ്രദറൻകാർക്കാണെന്ന് പറയും ഞാൻ. അതെന്താ കാരണം? കേൾക്കുന്നതിന് ഒരു പഞ്ഞവുമില്ല, ചെയ്യാനിട്ടോ നേരവും ഇല്ല. കേൾക്കുന്നതിന് ഒരു പഞ്ഞവുമില്ല, ചെയ്യാനിട്ടോ നേരവുമില്ല. അധികം കിട്ടിയവനോട് അധികം ചോദിക്കും. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം വചനം കൈക്കൊള്ളുന്ന ഒരു ജനറേഷനുമില്ല, ഒരു കൂട്ടരുമില്ല. ഇത്രമാത്രം പറഞ്ഞു വരുന്നതിൻ്റെ സാരം, കേൾക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ നമ്മൾ കേട്ട വചനത്താൽ തന്നെ വിധിക്കപ്പെടുന്നവരായി തീരും. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. വചനമാണ് നമ്മൾ വിധിക്കാൻ പോകുന്നത്. വചനം അവസാനത്തെ നാളിൽ നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തും. കാര്യം നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. ഭക്തന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം കേവലം വായിക്കുകയല്ല, വചനം കേവലം കേൾക്കുകയല്ല, അതനുസരിക്കുവാനുള്ളൊരു ഹൃദയം കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒന്നും കർത്താവ് തന്നിട്ടില്ല കേട്ടോ. ഏതാ മലയാറ്റൂർ മല കയറുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിങ്ങളാരെങ്കിലും മലയാറ്റൂർ മലയിൽ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ പോയിട്ടുണ്ട്. അവിടെ പറഞ്ഞു, ഞാൻ കത്തോലിക്കനായിരുന്ന ആളിൽ ഞാൻ പോയിട്ടുണ്ട്. ആ മലയിൽ കയറി ഇറങ്ങണ ബുദ്ധിമുട്ടൊന്നുമില്ല ദൈവത്തിനനുസരിക്കാൻ. ആകെ വേണ്ടത് ഒരു കാര്യമാണ്, സമർപ്പണമുള്ള ഒരു ഹൃദയം. അത്ര മതി. സമർപ്പണമുള്ള ഒരു ഹൃദയമുള്ളവനെ അനുസരണം പഠിപ്പിക്കുവാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നവരാണെങ്കിലും സമർപ്പണം നമ്മളിൽ കുറവാണ്. പലതും നമ്മളുടെ തലയുടെ മേളിൽ കൂടെ പോകുന്നത്, ന്യൂസ് ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. ജീവിത സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ അനുസരണം ഉണ്ടായിരിക്കണം. അനന്യാസിനെ കുറിച്ച് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കും, നേരിട്ട് കണ്ടിരുന്നെങ്കിൽ. കാരണം ന്യായപ്രമാണ പ്രകാരം ഭക്തനായി തീരാന്ന് പറഞ്ഞ നിസ്സാര കാര്യം അല്ല. ന്യായപ്രമാണം എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? നിങ്ങൾ ആ പെൻറ്റാറ്റക്ക് എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുറപ്പാട് തൊട്ട് ആവർത്തനം വരെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ എല്ലാ വർഷവും 3 പ്രാവശ്യമെങ്കിലും അവിടെ പോകണം. എവിടെ? യെരൂശലേമിൽ പോകണം. വെറും കൈയായിട്ട് ചെല്ലരുത്.
പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ യാഗമർപ്പിക്കണം. ഇതൊക്കെ ഭയങ്കര ചെലവാണ്, ഭയങ്കര ചെലവാണ് ഇതിനൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അടുത്ത പാപം ചെയ്തിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമപ്പാൻ കഴിയാത്ത ഈ നുകം, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ നുകം ശിഷ്യന്മാരുടെ മേൽ വെക്കുന്നത് എന്തിനാ? കാരണം നമ്മളെ കൊണ്ട് അവശതയായി ഞങ്ങളിത് കൊണ്ടു നടന്ന്. എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയാ, ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷൻ. അപ്പൊ ഹീ ഷുഡ് ബി, അല്ലെ, ഒരു വലിയ റിവാർഡ് കൊടുക്കേണ്ടതാണെന്ന് എനിക്ക്. ഭക്തന്മാരങ്ങനെയാ, അത് അവർക്ക് വലിയ ഭാരമല്ല. അതെന്താ? അവരുടെ ഹൃദയത്തിൽ ഒരു എഴുത്തുണ്ട്, ദൈവത്തെ മാനിക്കാത്തതൊന്നും ഞാൻ ചെയ്തുകൂടാ, എൻ്റെ കർത്താവിന് വേദന വരുന്നതൊന്നും ഞാൻ ചെയ്തുകൂടാ. അതാണ് അവൻ്റെ ഉള്ളിലുള്ള എഴുത്ത്. അതാണ് യേശു കർത്താവ് എന്ന എഴുത്ത്. യേശുവിനെ കർത്താവ് എന്ന് നാം വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ നാളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ യെസ് പറഞ്ഞത്, അതിനാണ് നിന്നെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് പലപ്പോഴും അതിനെ നീതീകരിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ചട്ടവട്ടങ്ങൾ. ഒരു മാറ്റം ആവശ്യമാണ്. അതൊരു ഭക്തന് ഉണ്ടായിരിക്കണം. ഭക്തൻ ഭക്തിയുള്ളവനാണ്, അവൻ എല്ലാ അളവിലും. എബ്രായർ 11:39 പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കാം. എബ്രായർ 11:39 അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. മതി. അവർ എല്ലാവരും, ഇവര് എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്ന 11 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 40 ചില്ലുവാനം വിശ്വാസവീരന്മാരെ കുറിച്ചാണ്. അവരെല്ലാവരും സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഒരു സാക്ഷ്യം അവർക്കുണ്ട്. ബൈബിളാണ് സാക്ഷ്യം കൊടുത്തത്. എങ്കിലും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നിങ്ങളിത് വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലെ പ്രിവിലേജിലൊന്നും ആയിരുന്നില്ല ഇവർ. നമുക്കിന്ന് ബൈബിള് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതിന് കയ്യിലുണ്ട്. എത്ര കോപ്പി വേണമെങ്കിലും കിട്ടും, എത്ര വെർഷൻസ് വേണമെങ്കിലും കിട്ടും. ഈ പറഞ്ഞ ശ്രേഷ്ഠന്മാർക്കൊന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അന്ന് തിരുവെഴുത്തുകൾ ഉണ്ടായിരുന്നത് പള്ളികളിൽ ചുരുളുകളായിട്ടാണ്. അത് അവിടെ പോയിരുന്നു വായിച്ചാലേ കിട്ടുള്ളൂ. തിരുവചനം ഇതൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല, അന്ന് പലതും അവർക്ക് നിഴലുകളാണ്, പൊരുളുകളല്ല. തിരിച്ചറിയില്ല എന്താണ് സംഭവമെന്ന്. നമുക്കിന്നതൊക്കെ പൊരുളുകളായി ദൈവം വെളിപ്പെടുത്തി തന്നതാ. നമുക്ക് എല്ലാ അനുകൂല സാഹചര്യവുമുണ്ട്, എന്നിട്ടും സാക്ഷ്യം അവർക്കാ കിട്ടിയത്. നമുക്ക് വേണ്ട പോലെ സാക്ഷ്യം കിട്ടുന്നില്ല. അതെന്താ? ചിന്തിക്കേണ്ട പോയിന്റാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സാക്ഷ്യം കിട്ടുന്നത്, നമുക്ക് കിട്ടാതെ പോകുന്നത്? നമുക്ക് പലപ്പോഴും നല്ല സാക്ഷ്യമില്ലാതെ പോകുന്നത് എന്താ? സമർപ്പണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തണം. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, എന്നെ നീ വിശുദ്ധീകരിച്ച് നിനക്ക് വേണ്ടി ഒരു പാത്രമാക്കണമേ. ഈ പൂർണ്ണമായ സമർപ്പണം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവമാണ് നമ്മെ അതിനായിട്ട് ബലപ്പെടുത്തുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ കണ്ടു. ദൈവഭക്തിയോടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏത് വിശ്വാസി, ഇത് ഒരു ചലഞ്ചാണ്, ഇത് വെല്ലുവിളിയാണ്. നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മൾ ഏറ്റുപറയുന്ന കർത്താവിൻ്റെ ഉപദേശവും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് നമ്മൾ വരുത്തുമ്പോഴാണ് നമ്മൾ ജീവിത സാക്ഷ്യമുള്ളവരായിട്ട് തീരുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ചിലരെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ഒരു ദൈവഭക്തനാ എന്ന്. അതെങ്ങനെ ഈ ദൈവഭക്തനാണെന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പറച്ചിലും തമ്മിലൊരു സാമ്യമുണ്ട്. അതാ കാരണം. അദ്ദേഹം പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്നതും തമ്മിലൊരു തുലനമുണ്ട്. ചിലരോടുള്ള ബന്ധത്തിൽ അങ്ങനെ നമുക്ക് കേൾക്കാം, അദ്ദേഹം ദൈവഭക്തനാ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് നാം അച്ചീവ് ചെയ്യാതെ, ഇത് നാം നേടിയെടുക്കാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ അറിയോ? വചനസാക്ഷ്യമാണ്, വിറ്റ്നസിങ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ദൈവവചനത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു ദൈവഭക്തൻ അങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു 1-2 വാക്യങ്ങളും കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.
അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ നല്ല സാക്ഷ്യം പ്രാപിക്കാനായിട്ട് നാം ആവോളം സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം സാക്ഷ്യമില്ലാതെ പോയാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മൾ കാരമില്ലാത്ത ഉപ്പാണ്. പിന്നെ അത് പുറത്ത് കളയാനും ചവിട്ടി കളയാനും അല്ലാതെ കൊള്ളില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ. 1 തിമോഥെയോസ് 3:7 മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണത്. നിന്നയിൽ പിശാചിന്റെ കെണിയിൽ കുടുങ്ങാതിരിക്കാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം. നല്ല സാക്ഷ്യം. അതിന് താഴോട്ട് നമ്മൾ അതേ അധ്യായത്തിൽ വായിക്കുമ്പോൾ ഡീക്കൻസിൻ്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് വായിക്കുമ്പോഴും അതിനോട് സാമ്യമുള്ളൊരു പദപ്രയോഗമുണ്ട്. നല്ല ശുശ്രൂഷ ചെയ്തവൻ നല്ല സാക്ഷ്യം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നല്ല നില പ്രാപിക്കുന്നു. സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്കറിയാം, ഏത് കാര്യങ്ങളും ഒരാളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇനിയിപ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു മിനിസ്ട്രി കൊടുക്കണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി. എപ്പം മിനിസ്ട്രി കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നവന് പിന്നെ മിനിസ്ട്രി കൊടുക്കാൻ തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ എക്സ്ക്യൂസ് കണ്ടുപിടിക്കലാണ് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി. പറഞ്ഞ് മനസ്സിലായല്ലോ. അങ്ങനെയുള്ളവർക്ക് പിന്നെ അധികം മിനിസ്ട്രി കൊടുക്കില്ല. എന്നാൽ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെയും അത് പ്രാപിക്കുക. നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട്, രാവിലെ കറക്റ്റ് ടൈമിന് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു, ആളത് വന്നില്ല. അപ്പോൾ റീസൺ കാണുമായിരിക്കും, ബസ് ലേറ്റായി അല്ലെങ്കിൽ അതായി ഇതായി ഒക്കെ. ഒരു പ്രാവശ്യവും കൂടെ പിന്നെയും അത് ചെയ്തു. അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് പിന്നെയും താൻ വരുത്തിയാൽ മൂന്നാമതൊരു അവസരം പിന്നെ മിക്കവാറും കിട്ടില്ല. അതെന്താ? വിശ്വസ്തതയില്ല, സാക്ഷ്യമില്ല. അവനെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമുക്കല്ലേ. അവനെ ഏൽപ്പിക്കുന്നത് വെറുതെ അത് നടക്കാൻ പോണില്ല. ഈ സാക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ദാവീദിനെ കുറിച്ച് ശൗലിൻ്റെ മുമ്പാകെ ദാവീദ് നടന്ന ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ വിശ്വസ്തയോടുകൂടെ ദാവീദ് ചെയ്ത് തിരിച്ചു വരും. അത്രമാത്രം വിശ്വസ്തനായിരുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. അതായിരുന്നു ദാവീദിൻ്റെ ഒരു പ്രശ്നം. കാരണം തനിക്ക് ആ ഉദ്യോഗം, തൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുവാൻ വിശ്വസ്തന്മാരില്ലാതെ പോയി. പ്രിയ ദൈവമക്കളെ, സാക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ, 1:27, ഫിലിപ്പിയർ 1:27. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുടുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന് വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടത്തി. മതി. സുവിശേഷത്തിന്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടത്തി. ഇത് ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ ക്രോഡീകരിക്കാം. എന്താ ജീവിത സാക്ഷ്യം? കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ വണ്ണം മാത്രം നടക്കുക. നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കട്ടെ ലോകം, നല്ലത്, മോശമായതൊന്നും കേൾക്കാതിരിക്കട്ടെ. ഇതാണ് നമ്മുടെ സാക്ഷ്യം. ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചി ഇടയ്ക്കൊക്കെ അങ്ങനെ പലരെ കുറിച്ചും ഇങ്ങനെ പറയും. അവരിങ്ങനെ അങ്ങനെയാണല്ലോ, ജോലിക്ക് നടക്കുന്നവരുടെ സ്വഭാവം അറിയാമല്ലോ. അവർ ഇവിടുത്തെ കൊണ്ട് അവിടെ കൊടുക്കുക, അവിടുത്തെ കൊണ്ട്. ഞങ്ങളൊരക്ഷരം വിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ചെല്ലും. അത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വിശ്വാസികളായിരിക്കുന്ന പലരുടെയും വിശേഷങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് പറയും. ചില സമയത്ത് തലയിൽ കൈ വെച്ച് പോകും നമ്മൾ ഇവരെ കുറിച്ച് കേൾക്കുമ്പോൾ. ലോകം സംസാരിക്കുന്നതാണ്. നമ്മളത് കേട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ആരോടും കംപ്ലൈൻറ്റ് പറയാൻ പോയിട്ടല്ല, നമ്മളും ആരോടും കംപ്ലൈൻറ്റ് പറയുകയുമില്ല. പക്ഷെ ഞാൻ പറയുന്ന ലോകം നമ്മെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, എന്തിനെങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത്? സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകകളായിരിക്കണം. മാതൃകകൾ, അതാണ് ജീവിത സാക്ഷ്യം എന്നുള്ളതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതില്ലാതെ പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ വൃഥാവായി തീരുക. കാരണം ഇങ്ങനെ സാക്ഷ്യമില്ലാത്ത വ്യക്തികൾ മറ്റുള്ളവരുടെ അടുക്ക പോയി എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടൻ്റെ യാഗം യഹോവയ്ക്ക്
വെറുപ്പാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ജീവിതത്തിൽ ആ രീതിയിലുള്ള സാക്ഷ്യമില്ലാത്തവർ പോയി തൻ്റെ വിശുദ്ധ വചനങ്ങൾ, അല്ലേ, 50-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ദുഷ്ട, എൻ്റെ വചനം നിന്റെ വായിലെടുപ്പാൻ നിനക്കെന്ത് കാര്യം? ചോദിച്ചിരിക്കുന്നത്, എൻ്റെ വചനം നിന്റെ വായിലെടുപ്പാൻ നിനക്കെന്ത് കാര്യം? കർത്താവിൻ്റെ വചനം എടുക്കണമെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത അത് എടുക്കുന്നവന് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ യോഗ്യന്മാരായ പാത്രങ്ങളായിരിക്കണം. രണ്ടാമത്, കേൾക്കുന്ന ആൾക്കാർക്ക് അത് കൺവിൻസിംഗ് ആയി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. വചനസാക്ഷ്യം. വചനസാക്ഷ്യം എന്ന് പറഞ്ഞാൽ, വിറ്റ്നസിങ് എന്ന് പറയുന്നത് മുഖ്യമായിട്ട് 2 തലങ്ങളുണ്ട്. അതിന് 2 തലങ്ങൾ. വചനസാക്ഷ്യം എന്ന് പറയുമ്പോൾ, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വചനത്തിൻ്റെ സാക്ഷികളാണ് നമ്മൾ. വചനത്തിൻ്റെ സാക്ഷികൾ. ഇത് ഞാൻ സുവിശേഷം എന്ന വിഷയമല്ല പറയുന്നത്. ഈ വചനത്തെ വിശ്വസിക്കുന്നവരും അതിനെ പാലിക്കുന്നവരും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നവരും നമ്മളാണ്. ഈ വചനത്തിന് നേരെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് വന്നാൽ തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ കയ്യില? പ്രതിവാദം ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെ കയ്യില? വിശ്വാസികളുടെ കയ്യില. വചനത്തിൻ്റെ വക്താക്കൾ, വചനത്തിൻ്റെ സൂക്ഷിപ്പുകാർ നമ്മളാണ്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം അതിന് ഉണ്ട്. അപ്പോൾ ആ അളവിൽ ദൈവവചനം നന്നായി പഠിക്കുകയും വചനത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യോത്തരങ്ങൾ ഉണ്ടായാൽ അതിന് നല്ല ഉത്തരം കൊടുക്കുവാനുള്ള പ്രാപ്തിയും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഒരു വശം. രണ്ടാമത്തെ വശം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അതിനെയാണ് സുവിശേഷം എന്ന് നാം വിളിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സാക്ഷികളും കൂടെയാണ് നാം ഓരോരുത്തരും. അതെന്താ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞവർ ആണ്. സുവിശേഷം പറയാനായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ബേസിക് യോഗ്യത എന്താണെന്ന് അറിയാമോ? അവൻ രക്ഷിക്കപ്പെട്ടവൻ ആയിരിക്കണം. അതെന്താ? സുവിശേഷം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ലാത്തവനെ എങ്ങനെയാണ് സുവിശേഷത്തെ കുറിച്ച് പറയാൻ പറ്റുക? ആ അളവിൽ നമ്മളെല്ലാവരും അതിന് യോഗ്യതയുള്ളവരാണ്. പക്ഷേ ഞാൻ നമ്മളുടെ സഭകളിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂനത പറയാം. ഒരു ന്യൂനത. ആ ന്യൂനത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ. അതായത് നമ്മൾ നല്ലൊരു പങ്ക് സമയവും ചെലവഴിക്കുന്നത് ഈ ഹാളിനകത്താണ്. പറഞ്ഞ മനസ്സിലായോ? വാസ്തവത്തിൽ ദൈവസഭ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് പുറത്താണ്. എന്താ? നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവനെ വരച്ച് കാണിക്കേണ്ടവരാണ്. ഈ ട്രാൻസ്ഫർമേഷൻ പതുക്കെ സഭകളിൽ കടന്നു കൂടി ക്രിസ്തീയത്വം ഒരു എന്താ പറയുക, ഒരു റിലീജിയസ് എൻറ്റിറ്റി പോലെ ആയി തീർന്നുകൊണ്ടിരിക്കുക. നമ്മളത് അറിയാതെ തന്നെ ഈ ഭീകരത സംഭവിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും അതിനെ ഭീകരത എന്ന് ഞാൻ വിളിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി നാം മറന്നു പോയിരിക്കുക. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. അവരോട് പറഞ്ഞോ നിങ്ങൾ 2 നില കെട്ടിടമുള്ള 2 നിലയുള്ള സഭാഹോള് പണിയുമെന്നോ സഭാ യോഗങ്ങൾ 10 നടത്തുമെന്നോ? അതൊന്നുമല്ല കർത്താവ് കൊടുത്ത ടാസ്ക്. കർത്താവ് കൊടുത്ത ടാസ്ക് എൻ്റെ സാക്ഷികളാകുമെന്നാണ്. സാക്ഷികൾ. ആദിമ വിശ്വാസികൾ അങ്ങനെ തന്നെയായിരുന്നു. സാക്ഷ്യം വഹിക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ. എനർജി കിട്ടുവാനായിട്ടുള്ള സ്ഥലമായിരുന്നു സഭ. എന്തിനുള്ള എനർജി? വിറ്റ്നസിങ്ങിന്. പറഞ്ഞ മനസ്സിലായോ? സാക്ഷ്യം വഹിക്കുന്നതിനുള്ള എനർജി കിട്ടേണ്ട സ്ഥലമായിരുന്നു സഭായോഗം. മെയിൻ വർക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാ. പുറത്ത് പോയി എനർജി സമ്പാദിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് വരുന്നത്. ഇവിടെയാണ് സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഞാൻ ഒരു സത്യം പറയാം, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിൻ്റെ സാക്ഷ്യം നാം കൊണ്ടുപോകുന്നില്ല എങ്കിൽ സഭയെ കുറിച്ചിട്ടുള്ള കർത്താവിൻ്റെ വലിയ ഉത്തരവാദിത്വം നമ്മൾ മറന്ന് പോവുകയാണ്.
അത് നമ്മുടെ സഭകളിൽ വ്യക്തവുമാണ്. അതെന്താ? നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ ഇതിനകത്തുള്ള സംഭവങ്ങളാണ്. പുറത്ത് പോയി വിറ്റ്നസ് ചെയ്യുന്ന കാര്യമായിട്ട് ആരും പഠിപ്പിക്കണില്ല. സ്നാനപ്പെടണം, അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കണം. സഭായോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയണത്. വചനം പഠിക്കാൻ വരണം, പിന്നെ യൂത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് വരണം, സഹോദരിമാരുടെ മീറ്റിംഗ്, അങ്ങനെ ഒരുപാട് യോഗങ്ങളാണ് നമുക്ക്. എത്ര പേർ വചനവും കൊണ്ട് പുറത്തു പോകാൻ ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട് സഭയിൽ? ഒരു ആത്മപരിശോധനയ്ക്ക് ഞാൻ വിടുകയാണത്. ഒരു ആത്മപരിശോധന. ആർ വി ഇൻ ദ റൈറ്റ് പാത്ത്? നമ്മൾ യഥാർത്ഥ പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് നമ്മിൽ ആഗ്രഹിച്ചതാണോ നമ്മൾ നിറവേറ്റുന്നത്? നമ്മൾ നല്ലൊരു പങ്കും എനർജി ചെലവഴിക്കുന്നത് ഇതിനകത്താ. എന്നിട്ട് പറയുന്ന ആത്മീക വർധന. ഈ ആത്മീക വർധന എന്തിനു വേണ്ടിയാ? ആത്മീക വർധന കർത്താവിനെ ധീരതയോടെ പ്രസംഗിക്കുന്നതിന് വേണ്ടിയാ, സാക്ഷ്യം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാ, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയാ. അതായിരുന്നു പർപ്പസ്. ഞാനതിന് തെളിവുകൾ ബൈബിളിലുണ്ട്. പത്രോസിനെ പിടിച്ച് അടിച്ച് അപ്പോസ്തലന്മാരെ യോഹന്നാനെയും പത്രോസിനെയൊക്കെ അടിച്ച് പുറത്ത് വിട്ടപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, തിരുനാമത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷത്തോടെ പുറപ്പെട്ടു പോയി. നിങ്ങൾ അതിന് ശേഷമുള്ള ഭാഗം വായിക്കണം. അത് കൊണ്ടു ചെന്ന് ഈ വർത്തമാനം സഭയിൽ പറഞ്ഞവർ. അപ്പം അവരെന്ത് ചെയ്തു? സഭ ഒന്നടങ്കം കൂടിയിട്ട് ദൈവത്തോട് നിലവിളിച്ചു. ആകാശവും ഭൂമിയും നിർമ്മിച്ച നാഥനെ, ജനം ഞങ്ങൾക്കെതിരെ തിരിയുന്നു. ആ അർത്ഥം ഞാൻ ആ വാക്യം മുഴുവൻ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. ഇപ്പോൾ നിന്റെ ദാസൻ, പരിശുദ്ധ ദാസന് നേരെ ജനം എഴുന്നേൽക്കുന്നത് നീ കാണുക എന്ന് പറഞ്ഞവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞവരായി. എന്നിട്ട് എന്ത് ചെയ്തെന്നാ? ഹല്ലേലൂയ പറഞ്ഞ അവിടെ ഇരുന്നെന്നാണോ? അല്ല, അവർ പുറത്തുപോയി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. വീട് തോറും. പറഞ്ഞ മനസ്സിലായോ? എന്തിനു വേണ്ടിയാ ഈ എനർജി കിട്ടുന്നത്? എനർജി സുവിശേഷം പറയാൻ പോകാൻ വേണ്ടിയാ, അല്ലാണ്ട് ഇവിടെ ഇരുന്ന് കുറെ സന്തോഷിക്കാൻ വേണ്ടിയല്ല. ഇത് വേണം, പക്ഷെ ഇതല്ല നമ്പർ 1. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഇതാണ് പ്രിയമുള്ളവരെ നടക്കേണ്ടത്. ഇത് നടക്കാത്തത് കൊണ്ട് അനേകർ സുവിശേഷം അറിയുന്നത് കുറഞ്ഞു വരികയാണ്. വിശ്വാസികളുടെ എണ്ണത്തിനൊത്ത വചനപ്രസംഗം നടക്കുന്നില്ല. അപ്പം നമ്മൾ പറയാം അവസാനം ഇപ്പം ആരും വിശ്വസിക്കുന്നില്ല, അധികം എല്ലാവരും കാര്യമായിട്ടൊന്നും വരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. യുനോ വൈ? നമ്മൾ പോയി എല്ലാവരും പറയണില്ല, നമ്മുടെ സാക്ഷ്യം എല്ലാവരും കേൾക്കണില്ല. ഇതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ. കമ്പാരിറ്റീവ്ലി വളരെ എഫർട്ട് ഇട്ട് വേല ചെയ്യുന്നവരിൽ ഇപ്പോഴും ആത്മാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിന് തക്ക ആത്മാർത്ഥത കാണിക്കുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത്. ഇത് ഒരു മേഖല നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന വിഷയം നമ്മൾ വളരെ ആത്മാർത്ഥമായി ഒന്ന് പുനഃപരിശോധന ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. പ്രത്യേകിച്ച് ബ്രദറൻ സഭകൾ ഇക്കാര്യത്തിൽ വളരെ ശോഷിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ച് സുവിശേഷകന്മാർക്ക് വേണ്ടി അത് കൊടുത്തിരിക്കുക. സുവിശേഷകന്മാരുടെ ഡ്യൂട്ടി എന്താ? സുവിശേഷം അറിയിക്കുക. കർത്താവിൻ്റെ വചനത്തിൽ എവിടെയെങ്കിലും സുവിശേഷകന്മാരുടെ ഡ്യൂട്ടി സുവിശേഷം അറിയിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാണ് പറഞ്ഞേക്കണേ. അതാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സുവിശേഷന്മാരെ കുറിച്ചാണോ അതോ നിങ്ങളെക്കുറിച്ചോ? നമ്മളെല്ലാവരെയും കുറിച്ചാണ്. സുവിശേഷന്മാർക്ക് മാത്രമുള്ളൊരു ദൗത്യമല്ല കർത്താവിനെ കുറിച്ച് വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് എല്ലാ ദൈവമക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതെന്തുകൊണ്ടാ? സുവിശേഷന്മാരെ പോലെ തന്നെ നമ്മളും ഈ രക്ഷയുടെ മാധുര്യം രുചിച്ചവരാണ്. നമ്മൾക്കും പറയാൻ പറ്റും യേശു ക്രിസ്തു രക്ഷിക്കുന്നു.
അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത ചിന്താഗതി നമുക്ക് ഉണ്ടാകണം. സഭായോഗത്തിൽ സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും മികച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ് വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ ട്രെയിൻ ചെയ്യപ്പെടണം. ഒരാളും രണ്ടാളുമല്ല, എല്ലാവരും കിട്ടുന്ന അവസരം മുഴുവനും കർത്താവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കും. ഞാൻ സമയം കടന്നു പോകേണ്ടി ഞാൻ നിർത്തുകയാണ്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് ഉത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അതെല്ലാവർക്കുമുള്ള കൽപ്പനയാണ്, അതൊരു കൂട്ടർക്കുള്ളതല്ല. സാരമായൊരു തെറ്റ് നമ്മളുടെ ഇടയിൽ കടന്നു വന്നു. സാരമായൊരു തെറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ലക്ഷ്യം നാം മറന്ന് പോയി. ഈ ഒരു മേഖല നമ്മൾ അടുത്ത ആഴ്ച ഞാൻ ഒന്നുകൂടി കാര്യം ശക്തമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു മാറ്റം നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ വളരെ കണ്ടൻ്റാണ് ഇപ്പോൾ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്ക് ഒന്നിനും മുട്ട് ഇല്ല. ലൗകിക സഭ കാലഘട്ടമാണെന്ന് നമ്മൾ പറയും. ഇതാ ആ പ്രശ്നം. ആ സഭായോഗമുണ്ട്, ഹല്ലേലൂയയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ യോഗങ്ങളും ഉണ്ട്, വി ആർ ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും നഗ്നനും അരിഷ്ടനും കുരുടനും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതാണ് ഈ കാലഘട്ടം. നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോയിരിക്കുക. അത് ഒരു ഭക്തൻ അവൻ്റെ ജീവിതത്തിൽ ഓർക്കേണ്ടതും പാലിക്കേണ്ടതുമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.